Next topic, divergence of a vector point function. The divergence of a differentiable vector point function v is denoted as d divergent vector and is defined to be as del dot means gradient dot the vector. അപ്പോൾ ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ ബി എന്നുള്ള ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡി ഐ വി വെക്റ്റർ. ഇതാണ് ഡൈവേർജൻസിനെ ഡിനോട്ട് ചെയ്യാനുള്ള ഫോമാറ്റ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് ഇൻറ്റു ആ വെക്റ്റർ ചെയ്യുന്നതായിരിക്കും ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് എന്താ, ഇതിന് ഡെല്ല് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയും. ഗ്രേഡിയൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വാട്ട് ഈസ് ദി ഫംഗ്ഷൻ, അതെന്താണോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ദാറ്റ് വെക്റ്റർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഡോട്ട് വെക്റ്റർ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്ററിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ വി ഗെറ്റ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് എന്നുള്ളതാണ് ഒരു വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈവേർജൻറ്റ്. ആൻഡ് ഒരു വെക്റ്ററിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ പോയിന്റ് ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ദി ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ ഈസ് എ സ്കെയിലർ പോയിന്റ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഇഫ് വി ക്യാൻ റൈറ്റ് വെക്റ്റർ സ്കെയിലർ പോയിന്റ് ഫംഗ്ഷൻ. And if v equal to v1i plus v2j plus v3k, then divergence of a vector will be equal to dou v1 by dou x plus dou v2 by dou y plus dou v3 by dou z. അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ എന്നുള്ളത് ഇതുപോലത്തെ ഈ ഫോമാറ്റിൽ കമ്പോണൻസ് ഫോമാറ്റിൽ v1i plus v2j plus v3k എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഐയുടെ കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യുക പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്യുക, ദെൻ കെയുടെ കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ ഡെൽ ഡോട്ട് വി എന്ന് പറയുമ്പോൾ ഇതാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യല്ലേ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടേംസ് ആഡ് ചെയ്യാണ് നമ്മൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സ്കെയിലാർ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ ഡോ വി വൺ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞത് പ്ലസ് ഐ ഇൻറ്റു ജെ കമ്പോണൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കറസ്പോണ്ടിങ് സിമിലർ കമ്പോണൻസിന് മാത്രമാണ് വാല്യൂ ഉള്ളത്. ഐ ഇൻറ്റു ഐ, ജെ ഇൻറ്റു ജെ ആൻഡ് കെ ഇൻറ്റു കെന് മാത്രമേ വാല്യൂ ഉള്ളൂ. ബാക്കി എല്ലാ ടേംസും 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് പറയുന്നത് കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തുവരും, ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വി വൺ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു വി ടു പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു വി ത്രീ. അതാണ് ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ ഇസഡ് എന്നുള്ളത്. അപ്പോൾ ഒരു വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ, യു നീഡ് ടു നോട്ട് ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ, കേൾ ഓഫ് എ വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ. ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേൾ എന്താണെന്നുള്ളത്. ദി കേൾ ഓർ റൊട്ടേഷൻ ഓഫ് എ ഡിഫറൻഷ്യബിൾ പോയിന്റ് ഫംഗ്ഷൻ ബി ഈസ് ഡിനോട്ടഡ് ബൈ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേളിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് കേൾ വി ഈക്വൽ ടു ഡെൽ ക്രോസ് വി. ഓക്കെ, ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് വി ആണ്. കേൾ എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് വി ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ബൈ ഡോ വൈ ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ക്രോസ് വെക്റ്റർ വി. ഇനി തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ, അതായത് കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇടുന്നത് ഐ ക്രോസ് ഡോ വെക്റ്റർ വി ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്രോസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് കെ ക്രോസ് ഡോ വി ബൈ ഡോ ഇസഡ്. ഇതാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് വെക്റ്റർ പോയിന്റ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ്റെ കേൾ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്കെയിലർ പോയിന്റ് ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ നേരത്തെ തന്ന പോലെ നമുക്ക് കമ്പോണൻസ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ കേൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്, ദാറ്റ് ഈസ് ഇഫ് വി ഈക്വൽ ടു വി വൺ ഐ പ്ലസ് വി ടു ജെ പ്ലസ് വി ത്രീ കെ, ദെൻ
കേൾ വി വിൽ ബി ഈക്വൽ ടു, നമ്മൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ ഡെൽ എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണിത്, വി എന്നുള്ളതിന് തന്നിരിക്കുന്നത് ഇവിടെ എടുത്ത് എഴുതുക. ഇനി ഇത് തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക, സ്കെയിലർ പ്രൊഡക്റ്റിന് നമ്മൾ കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ റോയിൽ ഡിറ്റർമിനൻ്റ് കൺസിഡർ ചെയ്യുക, ഐ ജെ കെ എന്ന് ഇടുക. ഫസ്റ്റ് റോയിൽ ഫസ്റ്റത്തെ വെക്ടറിൻ്റെ കമ്പോണൻറ്റും തേർഡ് റോയിൽ സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസും. ദെൻ അത് എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ ഇൻറ്റു ഡോ വി ത്രീ ബൈ ഡോ വൈ മൈനസ് ഡോ വി ടു ഇൻറ്റു ഡോ ഇസെഡ്, ഡോ വി ടു ബൈ ഡോ ഇസെഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും, ആദ്യത്തെ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓപ്പറേഷൻ, ആദ്യത്തെ പ്ലസ് ദെൻ മൈനസ് പ്ലസ്. അപ്പം മൈനസ് ജെ ഇൻറ്റു, ഇനി എന്താ ചെയ്യേണ്ടത്, ആ ജെയുടെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി പറഞ്ഞത്, അതായത് ഡോ വി ത്രീ ബൈ ഡോ ഇസെഡ് മൈനസ് ഡോ വി വൺ ബൈ ഡോ ഇസെഡ്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, അടുത്തതെന്ന് പറയുന്നത് കെയുടെ കമ്പോണൻസ് ആണ്. കെയുടെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ആ കെയുടെ ഇതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്നത് തമ്മിൽ, അപ്പോൾ ഡോ വി ടു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി വൺ ബൈ ഡോ വൈ എന്ന് വരും. അപ്പോൾ ഇതാണ് എക്സ്പാൻഷൻ. സാധാരണ നോർമൽ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ മാത്രം ചെയ്താൽ മതി ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഇതൊന്ന് ഓർത്തിരിക്കുക. ഡെഫിനിഷൻ ആയിട്ട് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത് ചെയ്യുന്ന ഫോമാറ്റ് എന്താണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. കാരണം ജസ്റ്റ് സ്കെയിലാർ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റും കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫോമാറ്റ് എന്താണെന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ ആയിട്ടുള്ളത് ഓർത്തിരുന്നാൽ മതി. ഡെൽ ക്രോസ് വെക്റ്റർ വി എന്നുള്ളതും ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽ ഡോട്ട് വി. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ദെൻ പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇഫ് ദി വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെഡ് കെ, വി നീഡ് ടു ഷോ ദാറ്റ് ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ ആർ ഈക്വൽ ടു 3 ആൻഡ് കേൾ ഓഫ് ദി വെക്റ്റർ ആർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആർ എന്നുള്ളൊരു വെക്ടർ തന്നിട്ടുണ്ട്, ആ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യുക, കേളും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡൈവേർജൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽ ഡോട്ട് വെക്ടർ. ഡെൽ എന്ന് പറയുന്നതാണ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ്. ആർ എന്നുള്ളത് തന്നിരിക്കുന്ന വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെഡ് കെ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തുവരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇസെഡ്. ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ എന്തുവരും, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 പ്ലസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1. അതുപോലെ തന്നെ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറയുന്നത് ഇസെഡ് എന്ന് പറയുന്നത് 1. സോ 1 + 1 + 1 ഈക്വൽ ടു 3. സോ we have shown that divergence of vector r equal to 3. Next we need to prove that curl of the vector r equal to 0. അപ്പോൾ അതിന് കേൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, കേൾ ഓഫ് ആർ ഈക്വൽ ടു ഡെൽ ക്രോസ് ആർ. അപ്പോൾ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ദെൻ അടുത്ത റോയിൽ ആറിൻ്റെ കമ്പോണൻസ് എക്സ് വൈ ഇസെഡ്. ഇനി ഇത് തമ്മിലുള്ള ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ് മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വൈ ബൈ ഡോ ഇസെഡ്. ദെൻ എന്താ ചെയ്യുക, അടുത്തത് ജെ മൈനസ് ജെ ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ ഇസെഡ്. അടുത്തത് എന്താ, കെയുടെ കമ്പോണൻറ്റ്. അപ്പോൾ പ്ലസ് കെ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ. ഇനി ഇപ്പോൾ ഇവിടെ നോക്കി, ഇസെഡ് ഡെറിവേറ്റീവ് ഓഫ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, 0 അല്ലേ. കാരണം ഇസെഡ് എന്ന് പറയുന്നത് വേറെ വേരിയബിൾ, വൈ എന്നുള്ളത് വേറെ വേരിയബിൾ, നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ തന്നെ ഡോ വൈ ബൈ ഡോ ഇസെഡ് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്, 0 വരും. അതുപോലെ തന്നെ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ 0 വരും. അപ്പോൾ അതുപോലെ തന്നെ ഡോ എക്സ് ബൈ ഡോ ഇസെഡ് 0 വരും. ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0 വരും. ഡോ എക്സ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0 വരും.
സോ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? കേൾ ഓഫ് ദി വെക്റ്റർ ആർ വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേളും ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഇവിടെ നോക്കാം. Find the divergence and curl of the vector v equal to xyzi plus 3x square yj plus xz square minus y square zk. ഇതാണ് തന്നിരിക്കുന്നത് v എന്നുള്ള വെക്റ്റർ. ആ വെക്റ്ററിൻ്റെ കേളും കാൽക്കുലേറ്റ് ചെയ്യണം, ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് ദി പോയിന്റ് 2 - 1 1 എന്നുള്ള പോയിന്റിലുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ്. അത് വേറെ ഒന്നുമില്ല, ആ ഡൈവേർജൻസ് ജനറൽ ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവിടെ ആ പോയിന്റ് x ഈക്വൾ ടു y ഈക്വൾ ടു z ഈക്വൾ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദി വാല്യൂ. ഇവിടെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണ്ട, അത് പ്രോബ്ലത്തിൻ്റെ ഇൻക്ലൂഡഡ് അല്ല. ഇങ്ങനെ എഴുതുന്നത് ഞാൻ ആക്ച്വലി ഇസഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് കൊണ്ട് ഇത് 3 ആണെന്ന് വിചാരിക്കരുത്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഇസഡ് ആണ്. എനിക്കത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. അത് എഴുതി ശീലമായതുകൊണ്ടാണ്. അതാണ് ഞാനിവിടെ റൈറ്റ് സൈഡിലൊന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ പ്രകാരം ഡൈവേർജൻസ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ഇസഡ്. അതായത് നമുക്ക് വി എന്നുള്ള വെക്റ്റർ തരാണെങ്കിൽ v1i പ്ലസ് v2j പ്ലസ് v3k എന്ന് പറയുകയാണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ദി വി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫോമുല പറഞ്ഞില്ലേ, ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതാണ് വി എന്നുള്ള വെക്റ്റർ. അപ്പോൾ അതിൻ്റെ v1 ആണിത്, v2 v3. സോ ഡൈവേർജൻസ് ഓഫ് ദി വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോ v1 ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ ഓഫ് എക്സ് വൈ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2, അതായത് 3x സ്ക്വയർ y ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് v3, അതെന്താ? എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ്. ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് വൈയും ഇസഡും കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു വൈ ഇസഡ് ആണ് ഇവിടെ വൈ ഇസഡ് വന്നേക്കുന്നത്. ദെൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് 3x സ്ക്വയർ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. എഗെയിൻ എന്ത് ചെയ്യുക? 3x സ്ക്വയർ എന്നുള്ളതിനെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നിർത്തുക. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് 1 വരെ. അപ്പോൾ 3x സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് ചെയ്യുക? എക്സ് എന്നുള്ളത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക. ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z, അതാണ് ഇവിടെ 2xz വന്നിരിക്കുന്നത്. മൈനസ് വൈ സ്ക്വയറിന് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z എന്ന് പറയുന്നത് 1. അങ്ങനെയാണ് ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈവേർജൻസ് ഓഫ് ദി വെക്റ്റർ v കിട്ടി. വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ഡൈവേർജൻസ് ഓഫ് ദി വെക്റ്റർ v അറ്റ് ദി പോയിന്റ് 2 - 1 1. So substituting x equal to 2, y equal to -1 and z equal to 1 in this given equation. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 14 കിട്ടും. അപ്പോൾ അത് ഈ വെക്റ്റർ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈവേർജൻറ്റ് അറ്റ് ദി പോയിന്റ് 2 - 1 1 എന്ന് പറയുന്നത് 14 ആണ്. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് ദി കേൾ ഓഫ് ദി വെക്റ്റർ വി. This is the equation ijk dou by dou z determinant ijk dou by dou x dou by dou y dou by dou z. Then components v1 v2 v3. then നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിറ്റർമിനൻറ്റ് ഓപ്പറേഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. i ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ് മൈനസ് ഇത് 3x സ്ക്വയർ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 3x സ്ക്വയർ വൈ. ദെൻ മൈനസ് ജെയുടെ കമ്പോണൻറ്റ് എന്ത് കൊടുക്കുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസഡ് മൈനസ് വൈ സ്ക്വയർ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വൈ ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 3x സ്ക്വയർ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ഇസഡ്. ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് ഓപ്പറേഷൻ ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഓരോന്നിനും ആ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്താ? പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ടേമിൽ വൈയുടെ കമ്പോണൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ 0 ആവും. ഇവിടെ സെക്കൻഡ് ടേം എന്ത് വരും? മൈനസ് വൈ സ്ക്വയർ ഇസഡ്. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2y ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ. മൈനസ് ഇസഡ് എന്നുള്ളതിന് അതുപോലെ തന്നെ നിർത്താം. അപ്പോൾ എന്ത് വരും? മൈനസ് 2y ഇസഡ്. ഓക്കെ, ആദ്യത്തേനാണ് 0, ഞാനത് രണ്ടാമത് എഴുതിയെന്നേ ഉള്ളൂ. ദെൻ അപ്പോൾ ആദ്യത്തേന് നമുക്ക് മൈനസ് 2y ഇസഡ് എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്താ? പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് ടേം 3x സ്ക്വയർ വൈ വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇവിടെ ഇസഡിൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താവും? 0. ദെൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസഡ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും? ഇസഡ് സ്ക്വയർ എന്ന് വരും. അതാണ് ഇവിടെ ഇസഡ് സ്ക്വയർ. ആൻഡ് വൈ സ്ക്വയർ ഇസഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ അതും എന്തായി പോവും? 0 ആയി പോവും. ദെൻ ഡെറിവേറ്റീവ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അപ്പോൾ എന്ത് വരും? എക്സും വൈയും കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1. അപ്പോൾ മൈനസ് എക്സ് വൈ, മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് മൈനസ് എക്സ് വൈ പ്ലസ് കെ ഇൻറ്റു
derivative of 3x square y with respect to x, partial derivative. So y-യുടെ x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും? 2x. അപ്പോൾ 2 into 2 2 into 2 6 വരെ വ്യത്യാസമുണ്ട്. 6x minus 6xy മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ എക്സ് സെഡ്. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കെ, ഇവിടെ 6xy ആണ്, 6xy മൈനസ് ഇസഡ്. അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? മൈനസ് 2yz ഇൻറ്റു ഐ മൈനസ് ജെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് കെ ഇൻറ്റു 6xy മൈനസ് എക്സ് ഇസഡ്. സോ നമുക്ക് കേൾ വി അറ്റ് ദി പോയിന്റ് 2 -1 1ലായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 2 y ഈക്വൽ ടു -1 ഇൻറ്റു z ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2i മൈനസ് 3j പ്ലസ് 14k എന്ന് വരും കേൾ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ എന്നുള്ളത്. Then next problem, find a divergent of f and curl of the vector f where f is given as gradient of x cube plus y cube plus z cube minus 3xy z. ഓക്കെ, അപ്പോൾ ഈ ടേമിന് എഫ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, എഫ് എന്നുള്ള വെക്ടർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫിന് നമുക്ക് എന്ത് പറയാം? ഗ്രേഡിയൻറ്റ് ഫൈ എന്ന് കൊടുത്തിട്ട് ഈ ടേമിനെയാണ് നമ്മൾ ഫൈ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ എഫ് വിൽ ബി ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഫൈ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആ എഫ് എന്നുള്ള വെക്ടറിനെ ഐ ജെക്ക് കമ്പോണൻസിൻ്റെ ഫോമിലോട്ടാക്കി നമ്മൾ എഴുതണം. എന്നിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, എന്നാലും നമുക്ക് കേളും ഡൈവേർജൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്ന് ആ ഫോമാറ്റിലോട്ട് എഴുതാനായിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് ഫൈ എന്ന് എടുക്കുകയാണ്. ആ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. എന്താ? ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസ്. ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത്. അതിവിടെ കൊടുത്തു. ദെൻ അത് ഈ ഓരോ ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x². വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ അത് 0 ആവും. ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 ആവും. ദെൻ ഇവിടെ എന്ത് വരും? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ മൈനസ് 3yz. ഓക്കെ, പ്ലസ് ജെ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 0 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3y². ദെൻ ഇസഡ് ക്യൂബിൻ്റെ എന്തായി മാറും? 0 ആവും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ദെൻ ഇവിടുത്തെ എന്ത് വരും? വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആകുമ്പോൾ മൈനസ് 3xz. ഓക്കെ, മൈനസ് 3xz പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ z ആണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0, ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z എന്നുള്ളത് എന്ത് വരും? 3z² മൈനസ് 3xy, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ മൈനസ് 3xy. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എന്നുള്ള വെക്ടർ. അപ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഫ് എന്നുള്ള വെക്ടറിനെ ആ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം പ്രോബ്ലം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ഡൈവേർജൻറ്റ് ഓഫ് എഫ്. ഡൈവേർജൻറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഇതിനെ, ഈ കമ്പോണൻസിനെ ഇതിനെ v1 v2 v3 എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഡെറിവേറ്റീവ് ഓഫ് v1 വിത്ത് റെസ്പെക്ട് ടു, partial derivative of v1 with respect to x plus partial derivative of v2 with respect to y plus partial derivative of v3 with respect to z. ഇതാണ് ഡൈവേർജൻറ്റ് ഓഫ് എഫ് ഇക്വേഷൻ പ്രകാരം. അപ്പോൾ 3x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x, അപ്പോൾ 6x. ഇവിടെ എന്താ? ഇപ്പം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ. ദെൻ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y² വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ 2y, അപ്പോൾ 6y. ഇവിടെ ഈ ടേം അഗെയിൻ എന്താവും? 0. ദെൻ അടുത്തത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് 3z² വിത്ത് റെസ്പെക്ട് ടു z എന്ന് പറയുമ്പോൾ അഗെയിൻ 6z കിട്ടും. ഈ ടേം എന്ന് പറയുന്നത് 0 ആവും. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z കിട്ടും. സോ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഡൈവേർജൻറ്റ് ഓഫ് എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് കിട്ടും.
Similarly, we can find the curl of the function ijk ആ v1 v2 v3 എന്നുള്ള കമ്പോണൻസ് എല്ലാം എടുത്ത് എഴുതാം. ദെൻ ഡിറ്റർമിനൻ്റ് ഓപ്പറേഷൻ ആണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ സിമിലർലി ചെയ്ത പോലെ തന്നെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എല്ലാം അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം 0 വെക്ടർ ആയിട്ടാണ് കിട്ടുന്നത്. സോ കേൾ ഓഫ് എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്.